ലോകത്തിലെ അതിപ്രാചീന ക്ഷേത്രങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നത് ബീഹാറിലെ മുണ്ടേശ്വരി ക്ഷേത്രമാണ്. ശിവനും ശക്തിയുമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ഇനി നമുക്ക് ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇത് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. നിരുപമ മഹാത്മ്യത്തിന്റെയും അനുപമ ചൈതന്യത്തിന്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന തൊടുപുഴ ദേശത്തെ ഒരു പ്രസിദ്ധി കേട്ട ക്ഷേത്രമത്രേ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവൻ ഓടിയെത്തും നീറും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകാരകനായ ഭഗവാൻ ശിവൻ തമോഗണ മൂർത്തിയത്രേ. ബ്രഹ്മാവിന്റെ രോഷത്തിൽ നിന്നുമാണ് ശിവന്റെ ജനനം എന്നാണ് ദേവി ഭാഗവതത്തിലെ പ്രതിപാദനം. ഈശാനം, തൽപുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോട് കൂടിയവനത്രേ ഭഗവാൻ ശിവൻ എന്നാണ് സങ്കല്പം. വേദങ്ങളിൽ ശിവൻ രുദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ചർമാംബരധാരിയായി അമ്പും വില്ലും അശനിയും ആയുധങ്ങളാക്കി പർവ്വതത്തിൽ വസിക്കുന്ന രുദ്രൻ അംബികയുടെ നാഥനാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ ശിവന്റെ പൂർവ്വസങ്കല്പമത്രേ. സാധാരണ പ്രതിഷ്ഠകൾക്ക് പുറമെ സദാശിവന്റെ മൃത്യുഞ്ജയൻ, ദക്ഷിണാമൂർത്തി, കിരാതമൂർത്തി, അഘോരമൂർത്തി, നീലകണ്ഠൻ, ചന്ദ്രശേഖരൻ, വിശ്വനാഥൻ, ശ്രീകണ്ഠൻ, ഉമാമഹേശ്വരൻ, നടരാജൻ എന്നിങ്ങനെ ശിവന് എണ്ണമറ്റ മൂർത്തിഭേദങ്ങളാണുള്ളത്. ശിവഭഗവാന്റെ മറ്റൊരു പേരത്രേ ശങ്കരൻ. ശം സുഖം കരോതി ശങ്കര എന്നാണ് നിരുക്തം. അതായത് സുഖത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് ശങ്കരൻ. സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ചൈതന്യവും കുടികൊള്ളുന്നത് പോലെ ലിംഗശരീരത്തിലും ഈശ്വരഭാവം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ത്രിമൂർത്തി സംഗമവും ശിവലിംഗത്തിൽ സങ്കല്പിക്കപ്പെടാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ശിവലിംഗങ്ങളിലെ ദർശനീയമായ ലിംഗഭാഗം ശിവനെയും അദൃശ്യമായ അഷ്ടദളാകൃതിയിലുള്ള പീഠഭാഗം മഹാവിഷ്ണുവിനെയും അതിനടിയിലുള്ള ചതുരഭാഗം ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ശിവക്ഷേത്രങ്ങളിൽ ത്രിമൂർത്തി ചൈതന്യവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ശിവന്റെ വിവിധ മൂർത്തിഭേദങ്ങളിൽ ഒന്നായ ശ്രീ മഹാദേവനെയാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരമറ്റത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം അനേകങ്ങളുടെ ആരാധനാ കേന്ദ്രമത്രേ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജില്ലയിലെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രമായ കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ശിവശങ്കരനാമം പാടുമ്പോൾ മനസ്സിൽ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് നാട് ഭരിച്ചിരുന്ന വടക്കംകൂർ മഹാരാജാവിന്റെ കാലത്താണ് പണി കഴിച്ചിട്ടുള്ളത്. ഇന്ന് തൊടുപുഴയിലെ കാരിക്കോട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം ശിവക്ഷേത്രം പണിയുവാൻ തീരുമാനിക്കുകയും എന്നാൽ സ്വപ്ന ദർശനത്തിൽ അവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് ശിവക്ഷേത്രം പണിയുന്നതിനും തീരുമാനിക്കുകയുണ്ടായി. യഥാക്രമം
കാരിക്കോടും കാഞ്ഞിരമറ്റത്തും ശിവദേവീക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കുവാൻ തീരുമാനിച്ച വടക്കംകൂർ രാജാവ് അതിനായി കാരിക്കോട് പടിഞ്ഞാറ് ദർശനമായി ശിവപ്രതിഷ്ഠ നടത്തുവാൻ ആരംഭിച്ചു. അതിലേക്കായി നന്ദിശില്പം വരെ അവിടെ നിർമ്മിക്കുകയുണ്ടായി. കാഞ്ഞിരമറ്റത്ത് ദേവീപ്രതിഷ്ഠയ്ക്കായി ക്ഷേത്രവും നിർമ്മിച്ചു. എന്നാൽ കാഞ്ഞിരമറ്റത്ത് വെളിപ്പുറത്തപ്പനായ ശ്രീ മഹാദേവന്റെ ശക്തി സ്വയംഭൂവായി എന്നും പിന്നീട് അപ്രകാരം ഇവിടെ ശ്രീ മഹാദേവനെയും കാരിക്കോട് ദേവിയെയും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അനന്യമായ പൂജാസങ്കല്പങ്ങളാലും വിശിഷ്ടമായ ക്ഷേത്ര സങ്കല്പങ്ങളാലും പുഷ്കലമായ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ തൊടുപുഴയാറിന്റെ തീരത്താണ് കുടികൊള്ളുന്നത്. ഇടുക്കി ജില്ലയിലെ ഇലവേഴ പൂഞ്ചിറ എന്ന സ്ഥലത്തു നിന്നുമാണ് മനോഹരമായ തൊടുപുഴയാറിന്റെ ഉത്ഭവം. പഞ്ചപാണ്ഡവർ വനവാസക്കാലത്ത് കുടയത്തൂർ മലയുടെ മുകളിൽ വസിച്ചിരുന്നുവെന്നും പാഞ്ചാലിക്ക് കുളിക്കുവാനായി പഞ്ചപാണ്ഡവർ നിർമ്മിച്ച പൊയ്കയാണ് ഇലവീഴ പുഞ്ചിറ എന്നുമാണ് വിശ്വാസം. ആയതിനാൽ പുണ്യമായി കരുതുന്ന ഈ പുഴയിലെ ജലം വെളുപ്പിന് കുടത്തിൽ കൊണ്ടുവന്ന് നട തുറന്ന് നിർമാല്യത്തിനു ശേഷം അഭിഷേകം നടത്തുന്നു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറ് ദിശയിൽ തൊടുപുഴയാറിന്റെ തീരത്തായി മൂകാംബിക സന്നിധിയുമുണ്ട്. ഇവിടെ എല്ലാ സംക്രാന്തി തോറും പൂജയും വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും നവരാത്രിക്ക് പ്രത്യേക പൂജയും നടത്തപ്പെടുന്നു. പത്മത്തിലിരിക്കുന്ന ദേവിയും രണ്ടു ഭാഗത്തും പൊയ്കയിൽ നിന്നും താമര വർഷിക്കുന്ന ഗജങ്ങളും അടങ്ങുന്ന പ്രതിഷ്ഠയാണ് മൂകാംബിക പ്രതിഷ്ഠ. ശ്രീ മഹാദേവൻ ദേവീ സഹിതം ദേശാടനത്തിന് ഇറങ്ങിയെന്നും നടന്നു ക്ഷീണിച്ച് വിശ്രമിച്ചതിന് ശേഷം പുഴയിൽ കുളിച്ച് ധ്യാനത്തിനായി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന ഉയരം കൂടിയ ഭാഗത്ത് ഇരുന്നുവെന്നും ദേവി പുഴയുടെ അരികിൽ തന്നെ ഇരുന്ന് ധ്യാനിച്ചുവെന്നും ആ സ്ഥലമാണ് ഈ മൂകാംബിക സന്നിധിയെന്നും വിശ്വസിച്ചു പോരുന്നു. ഒരു പിടിവില്ലതളം തൃപ്പദം തന്നിലായി അർച്ചിച്ചു പഞ്ചാക്ഷരി ചൊല്ലി. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ശ്രീ മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. മുഖേശ്വര കൈ തൊഴുന്നേൻ. നിത്യേന 3 പൂജയാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തപ്പെടുന്നത്. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ധാരയാണ്. നിത്യവും പ്രഭാതത്തിൽ 7 മണി മുതൽ നടക്കുന്ന ധാരയിൽ പന്നിനീർ, പാൽ, കരിക്ക്, ജലം തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നു. മുട്ടോട്ടുനാഥനും നീ തന്നെയല്ലയോ ശിവശങ്കര. സർവവിധ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന ധാരയെ കൂടാതെ സർവപാപനാശത്തിനായി ശംഖാഭിഷേകം ഇവിടെ നടത്തപ്പെടുന്നു. കുടുംബ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന 101 കുടം ജലാഭിഷേകം ഇവിടെ പ്രധാനമത്രേ. വരാഭയമുദ്രയേന്തും തൃക്കരം രണ്ടും അടി. സർവ്വദുരിതനാശത്തിനായി നടത്തപ്പെടുന്ന മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ദീർഘായുസ്സിനായി മൃത്യുഞ്ജയ ഹോമം എന്നിവ ഇവിടുത്തെ വിവിധ വഴിപാടുകളിൽ പെടുന്നു. മുഖ്യദേവനായ ശ്രീ മഹാദേവനെ കൂടാതെ ഉപദേവന്മാരായി കന്നിമൂലയിൽ ഗണപതിയും നാലമ്പലത്തിനു പുറത്ത് ദക്ഷിണഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി അമൃതകല ശാസ്താവും വടക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയും കുടികൊള്ളുന്നു. കൂടാതെ ചുറ്റുമതിൽക്കകത്തായി നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. കന്യമൂല ഗണപതിയെ കൂടാതെ സർപ്പപ്രതിഷ്ഠകൾക്ക് സമീപമുള്ള ഗണപതി ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ശിവരാത്രി കാലത്ത് കൊടിയേറിയുള്ള 8 ദിവസത്തെ ഉത്സവമാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം. 6-ാം ദിവസം നടക്കുന്ന ഉത്സവ ബലിയും കൊടിമൂട്ടിലെ പറയും ഉത്സവ നാളുകളിലെ പ്രധാന ചടങ്ങുകളാണ്. 8-ാം ദിവസം തൊടുപുഴയാറിന്റെ തീരത്തുള്ള ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ട് ചടങ്ങുകളോടുകൂടിയാണ് തിരുവുത്സവത്തിന് സമാപ്തി കുറിക്കുന്നത്. ശ്രുത
ഭക്തജനം കൂപ്പും ശിതികണ്ഠനല്ലേ കലിയുഗം. തിരുവുത്സവത്തെ കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം, അശ്വതി നാളിൽ കാരിക്കോട് ക്ഷേത്രത്തിലേക്കുള്ള താലപ്പൊലി എഴുന്നള്ളിപ്പ്, കർക്കിടക വാവ് എന്നിവയും ക്ഷേത്രത്തിലെ മറ്റു വിശേഷാവസരങ്ങളാണ്. മഹാദേവ ശിവശങ്കര പാതി ഗംഗാധര നാഗപരിശോഭിത ജന്മപുണ്യ മോക്ഷകേന്ദ്രമായി ആധ്യാത്മികതയുടെ പരിമളം പരത്തി കൃപാനിധിയും കാരുണ്യവാരിധിയും മഹാമൃത്യുഞ്ജയമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ ഇവിടെ വിരാജിക്കുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആ ദർശനം ഒരു ജന്മസാഫല്യമായി മാറുന്നു. ബന്ധങ്ങളും സൗഹൃദവും ദീർഘകാലം നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പരസ്പരം നുണ പറയാതിരിക്കുക എന്നതാണ്. കാരണം കളവ് വിശ്വാസത്തിൻ്റെയും, വിശ്വാസമില്ലായ്മ സ്നേഹത്തിൻ്റെയും, സ്നേഹമില്ലായ്മ ബന്ധത്തെയും തകർക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.